Can a breakout be anticipated? ഒരു ബ്രേക്കൗട്ട് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും? ദ ആൻസർ ഇസ് യെസ്. ഒരു പരിധി ആന്റിസിപ്പേറ്റ് ചെയ്യാം. പക്ഷെ പറയുമ്പോൾ കാര്യം യു കനോട്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. യു ഷുഡ് റീഡ് ഇറ്റ് അലോങ് വിത്ത് സം അതർ പാരാമീറ്റേഴ്സ് ആസ് വെൽ. ഇത് മാത്രം ഇതൊരു ഇൻഡിപെൻഡൻസിലോ അല്ല. There are many other variables that we need to consider while we are taking a real trade. That's what basically okay. Yeah, we can predict and or we can anticipate a breakout by using two hints. Okay, one is volume, and the other one is price. Volume പ്രകാരം എങ്ങനെയാണ്? നമ്മൾ ഓൾറെഡി വോളിയത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊരു സെഷനിൽ. വോളിയം പ്രകാരം നമുക്ക് എങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇതൊരു സൈഡ് വൈസ് മാർക്കറ്റാണ് വരുന്നത്. അപ്പോൾ മാർക്കറ്റ് ഒരു പ്രത്യേക ഡയറക്ഷനിൽ, സപ്പോസ് മാർക്കറ്റ് താഴേക്ക് വന്നു പിന്നെ മുകളിലേക്ക് പോകുന്നു. ഈ മുകളിലേക്ക് പോകുമ്പോൾ നമ്മളിവിടെ വോളിയം പ്രൊഫൈൽ നമ്മൾ എടുക്കുന്നുണ്ട് കരുതുക സപ്പോസ്. സോ മുകളിലേക്ക് പോകുമ്പോൾ കമ്പാരിറ്റീവ്ലി അവിടെ ലാർജർ വോളിയം റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് കരുതുക. എന്നാൽ മാർക്കറ്റ് താഴേക്ക് വരുന്ന സമയത്തൊക്കെ അത്ര വോളിയം ഇല്ല. So generally it indicates that there is a renewed interest whenever market is reaching the lower level, and buyers are coming in and it's taking market to upward side, though the side is not reached. ഈ സൈഡ് അവർ ക്രിയേറ്റ് ചെയ്യുന്ന ലെവൽ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും, അത് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അങ്ങോട്ടേക്കുള്ള ഡയറക്ഷനിലേക്ക് പൊതുവെ ഒരു വോളിയത്തിന്റെ കുറച്ചൊരു ഇൻക്രീസ് അല്ലെങ്കിൽ ഒരു ബയസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണോ ആ സൈഡിലേക്ക് ഒരു ബ്രേക്കൗട്ട് സാധ്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ വോളിയം റൈസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ ലൈക്ലി ഇൻ അപ് ട്രെൻഡ്. വോളിയം ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ പോസിബിൾ ഡൗൺ ട്രെൻഡ് ഫ്രം എ പെർട്ടിക്കുലർ ലെവൽ. അപ്പൊ ഇതാണ് വോളിയം വെച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ പ്രൈസും കൂടെ വെച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്യുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ്. പ്രൈസ് എങ്ങനെ ചെയ്യുന്നത്? സെയിം സിനാരിയോ തന്നെയാണ്. പ്രൈസ് താഴേക്ക് വന്നു ഇവിടെ സപ്പോസ് ഇത് ഇപ്പൊ ഞാൻ വരച്ചത് സ്ട്രിക്ട്ലി ഇതൊരു സ്ട്രക്ചർ ആയിട്ട് കരുതണ്ട. സപ്പോസ് നമ്മൾ POCO ചാർട്ട് എടുത്തു, പ്രൈസ് ചാർട്ട് എടുത്തു, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്കിന്റെ ചാർട്ട് എടുത്തു. മാർക്കറ്റ് താഴേക്ക് വന്നു, 100 രൂപ ഉണ്ടായിരുന്ന സാധനം താഴേക്ക് വന്നു 60 രൂപയുണ്ട്. തിരിച്ചു മേലെ കയറി 100 രൂപയിലേക്ക് എത്തിയത് തന്നെ വീണ്ടും താഴേക്ക് വന്നു. കുറച്ച് ഇത്തവണ ആൾക്കാർ മേടിക്കുന്നത് 61 മേടിക്കുന്നത്. ഇത് മേലെത്തി 100 വീണ്ടും താഴേക്ക് വന്നു. ഇത്തവണ മേടിക്കുന്നത് 62 മേടിക്കുന്നത്. മേലേക്ക് പോയി മേബി 99 വീണ്ടും താഴേക്ക് വന്നു. 62.50 മേടിക്കുന്നത്. ഇങ്ങനെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ ഹയർ ലോക്ക് അക്കമ്പനി ചെയ്തിട്ട് സെയിം വോളിയം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ മുകളിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഗുഡ് എമൗണ്ട് ഓഫ് വോളിയം, എസ്പെഷ്യലി വോളിയം പ്രൊഫൈലിന്റെ കൂടെ 20 EMA ഇട്ടിട്ട് റൺ ചെയ്യിപ്പിക്കുക. അപ്പോൾ അതിന് മുകളിലേക്ക് വരുമ്പോഴൊക്കെ നമുക്ക് അനുമാനിക്കാം വോളിയം ഉണ്ട്. അപ്പൊ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഓക്കെ, ദെൻ നല്ലൊരു ബ്രേക്ക്ഔട്ട് വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം, താഴത്ത് മേടിക്കാം. കുറച്ചും താഴെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് മേ ബി സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനുള്ള സാധ്യതകൾ പരിഗണിച്ചിട്ട് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഇവിടെ വരുന്നില്ല. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വിൽ ബി കമ്മിങ് ദിസ് സൈഡ്. ഓക്കെ, അത് നമ്മൾ വേറെ ഡിസ്കസ് ചെയ്യാം. സോ നമ്മളിവിടെ എൻട്രി ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റോപ്പ് ലോസ് കുറച്ച് താഴെയിട്ട് വളരെ താഴെയില്ല, ഇൻ ഹെൽത്തി റേഞ്ച് ഇട്ടിട്ട് നമുക്ക് ഒന്ന് എൻട്രി എടുത്ത് ഇഫ് യു ആർ ഹാവിംഗ് മൾട്ടിപ്പിൾ ക്വാണ്ടിറ്റി നമുക്ക് പകുതി ക്വാണ്ടിറ്റി ഇവിടെ ബുക്ക് ചെയ്യാം, ബാക്കി പകുതി ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ് സൈഡ് വേഴ്സ് മാർക്കറ്റ്. അപ്പോൾ വോളിയം ആൻഡ് പ്രൈസ് നല്ല ഹിന്റ് തരും. രണ്ടും കൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പ്ലസ് ഇഫ് യു കൺസിഡർ സം അതർ എലിമെന്റ്സ് ദാറ്റ് വിൽ ബി ഓസം.